ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, വന്ദനം അറിയിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ഇസ്രായേലിൽ ആ കാലത്ത് രാജാവില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. രാജാവോ ന്യായാധിപന്മാരോ ഇല്ലാത്തൊരു കാലത്തേക്ക് ഇസ്രായേൽ ജനം പോകുമ്പോൾ നല്ല ഒരു നേതൃത്വം അവർക്കില്ലാത്തതിൻ്റെ പരിണതഫലമായി ഒരുപാട് തെറ്റുകളിലേക്കും ജാതികളോടുള്ള ബന്ധത്തിൽ അവരുടെ ദൈവാരാധനയിലേക്കും അവരുടെ രീതിയിലേക്കും ഇസ്രായേൽ ജനം വീണു പോകുന്ന സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ നാളുകളിൽ ഇസ്രായേലിയർ അങ്ങനെയായിരുന്നു എന്നൊക്കെ ഇവിടെ നമുക്ക് പരാമർശങ്ങൾ കാണാം. ഇന്ന് പുതിയ നിയമത്തിലും വാസ്തവത്തിൽ നമുക്ക് രാജാവും ദൈവവുമായി കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ആ രാജാവില്ലാത്ത രീതിയിലാണ് ഇന്ന് ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങളും ജീവിത രീതികളും. എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു, തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു. കർത്താവ് നാഥനും രാജാവുമായി ഉണ്ട് എങ്കിൽ നമുക്ക് അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. ഇസ്രായേൽ ജനത്തിന് എപ്രകാരം സംഭവിച്ചുവോ അപ്രകാരമുള്ള ഒരു അധപ്പതനാവസ്ഥ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനും വന്നിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം സഭാവിഭാഗത്തിനും രാജാവ് എന്ന് പറയുന്നത് സമ്പത്തും അധികാരവുമാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിത രീതികളും അതിനു വേണ്ടിയുള്ളതായ പ്രവർത്തനങ്ങളുമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദിമ ക്രൈസ്തവ സഭയുമായി ആശയപരമായോ പ്രവർത്തനപരമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രീതി. അത് ഒരിക്കലും ക്രൈസ്തവർക്ക് അനുയോജ്യമായ ഒരു ജീവിത രീതിയല്ല. അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ സാക്ഷ്യം ഇന്ന് പൊതുവെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ഈ സമൂഹത്തിനെ തിരുത്താൻ സാധിക്കുന്ന വലിയ ശക്തിയായിരുന്നു ക്രൈസ്തവ സമൂഹം. ഇന്ന് ക്രൈസ്തവ സമൂഹം മറ്റുള്ളവരാൽ തിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. വ്യവഹാരങ്ങളും തർക്കങ്ങളും കലഹങ്ങളും ആരോപണങ്ങളും പരസ്പരമുള്ള കയ്യേറ്റങ്ങളും ദേവാലയങ്ങൾ വരെ കയ്യേറ്റപ്പെടുന്ന ഒരു സാഹചര്യം. അത് കർത്താവുമായിട്ടോ യേശുക്രിസ്തുവുമായോ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രീതിയാണ്. കർത്താവ് സ്ത്രീയന്മാരെ അയക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഭവനത്തിലോ ചെന്നാൽ അവർ നിങ്ങളെ സ്വീകരിക്കുമെങ്കിൽ അവരോടുകൂടെ പാർക്കുവിൻ, നിങ്ങളുടെ സമാധാനം അവർക്ക് നൽകുവിൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്കോ അടുത്ത ദേശത്തേക്കോ നിങ്ങൾ പോകുവിൻ. ബലപ്രയോഗം നടത്തി അവിടെ നിൽക്കുവാനോ കലഹമുണ്ടാക്കുവാനോ കർത്താവ് ഒരിക്കലും ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ശിഷ്യന്മാരാരും അങ്ങനെ ചെയ്തിട്ടുമില്ല. അവരൊക്കെ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായവരാണ്. അവരുടെ പേരുകൾ നമ്മൾ ഓർക്കുന്നുണ്ട്, അവരുടെ പേരും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുമുണ്ട്. പക്ഷേ അവരുടെ ജീവിതവും നമുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വലിയ ശോചനീയമായ അവസ്ഥ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് പൊതുവെ സംഭവിച്ചിരിക്കുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. നമുക്ക് മാതൃകയാക്കി കർത്താവ് തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവും കർത്താവുമായി ക്രിസ്തു ഉണ്ടെങ്കിൽ സഹന മനോഭാവത്തോടുകൂടി മാത്രമേ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ ജനത്തിനുണ്ടായ അതേ അധപ്പതനാവസ്ഥ ക്രൈസ്തവ സമൂഹത്തിനും താമസമിന ഉണ്ടാകും എന്നുള്ളതാണ്.
ഈ 18-ാം അധ്യായത്തിൽ 1 മുതൽ 10 വാക്യം നമ്മൾ വായിക്കുന്നത്, ഇതിനകത്ത് ദാൻ ഗോത്രക്കാർക്ക് താമസിക്കുവാൻ സ്ഥലമില്ല. ദേശമൊക്കെ ഭാഗിച്ചു കൊടുത്താണെങ്കിലും ഇവരെ ഇപ്പോൾ ഭരിക്കുന്ന ഫെലിസ്ത്യരാണ്. കാരണം ഇവരുടെ പാവപ്രവൃത്തി മുഖാന്തരം ഇവർക്ക് ദേശമൊക്കെ ഭാഗിച്ചു കൊടുത്ത് ലഭിച്ചതാണെങ്കിൽ അവിടെ നിന്നൊക്കെ പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം അവർക്ക് അവിടെ വന്നു ചേരുകയാണ്. ഒന്ന്, ഫെലിസ്ത്യരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം. 2, ഇവരുടെ ഗോത്രങ്ങൾ ഇവരോട് സഹകരിക്കാതിരിക്കുക. അതുകൊണ്ട് ദാൻ ഗോത്രക്കാർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അവർ ചാരന്മാരെ അയച്ച് അവർക്ക് വേണ്ടതായ സ്ഥലം കണ്ടെത്താനുള്ളൊരു ശ്രമം ഇവിടെ നടത്തുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ കണ്ട മീഖ എന്ന് പറയുന്ന മനുഷ്യനെയും അവൻ്റെ ഭവനത്തിലുള്ളതായ ആ ലേവ്യ പുരോഹിതനെയും ഇവർ കണ്ടെത്തുന്നു. ആ ലേവ്യ പുരോഹിതനെ ഒരുപക്ഷെ ഇവർ തിരിച്ചറിഞ്ഞത് അവൻ്റെ ഉച്ചാരണ രീതിയിലൂടെയോ ആരാധനാ ശബ്ദത്തിലൂടെയോ ആവാം. ഒരു പുരോഹിതനെ അവൻ്റെ സംസാരത്തിലൂടെയും ആരാധനാ രീതികളിലൂടെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലായിരിക്കാം അവരും ഈ ലേവ്യ ഗോത്രക്കാരനെ തിരിച്ചറിയാനും അവൻ്റെ കയ്യിലുള്ളതായ ആ വിഗ്രഹങ്ങൾ വെച്ച് വെളിപാട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജാതികളുടെ ആ വലിയ മ്ലേച്ഛത അവരിലേക്കും വന്ന് കലർന്നിരിക്കുകയാണ്. അങ്ങനെ അവനത് പറയുകയും അവിടെ നിന്ന് ഇവനെയും അവൻ്റെ ആ വിഗ്രഹങ്ങളെയൊക്കെ മീഖയുടെ ഭവനത്തിൽ നിന്ന് അവർ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകുന്നതായ സാഹചര്യമൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇന്നും പലപ്പോഴും ദേവാലയങ്ങൾ ഇത് ബലമായി പിടിച്ചെടുക്കുക, അവിടെ കയറുക ഒക്കെ ചെയ്യുന്നത് ഈ ന്യായാധിപന്മാരുടെ കാലത്ത് എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെ തിരിച്ചറിയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. ഈ 17, 18 അധ്യായങ്ങൾ, ഇനി 10, അടുത്ത അധ്യായങ്ങളൊക്കെ ഇസ്രായേൽ ജനത്തിൻ്റെ ശോചനീയമായൊരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം അവർക്ക് നേതൃത്വമില്ല എന്നുള്ളതാണ്. ദൈവത്തെ അറിയുന്ന, ദൈവത്തിൽ സമർപ്പിതമായ നേതൃത്വമില്ല. അതിന്ന് മിക്കവാറും പല സഭകളെയും അപ്രകാരം സ്വാധീനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ആയിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവും ദൈവവുമായിരിക്കുന്ന, അവൻ്റെ വചനങ്ങൾക്ക് വിധേയമായിരിക്കുന്ന സഹന മനോഭാവത്തോടുള്ള ഒരു ജീവിതം നയിപ്പാൻ നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ നമ്മെ സഹായിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.